ഓം ഓങ്കാരനിലയം ദേവം ഗജവക്ത്രം ചതുർഭുജം പിചണ്ഡിലമഹം വന്ദേ സർവവിഘ്നോപശാന്തയേ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈഃതുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുः ഭദ്രം नो अपि वातयमनः. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ 2-ാം മുണ്ടകത്തിലെ 1-ാം കാണ്ഡത്തിലെ 8-ാമത്തെ മന്ത്രം. സപ്തപ്രാണാ പ്രഭവന്തി തസ്മാത് സപ്തർച്ചിഷ സമിധ സപ്ത ഹോമാ സപ്തേമേ ലോകായേഷു ചരന്തി പ്രാണാ ഗുഹാശയാ നിഹിതാ സപ്ത സപ്ത. സപ്തപ്രാണാ 7 പ്രാണങ്ങൾ. തസ്മാത് അവനിൽ നിന്ന്, ആ പുരുഷനിൽ നിന്ന്, പ്രഭവന്തി ഉണ്ടാകുന്നു. സപ്ത അർച്ചിഷ 7 അർച്ചിസ് ദീപ്തികളും, സപ്തസമിധ 7 സമിത്തുകളും, സപ്തഹോമ 7 ഹോമങ്ങളും, 7 വിഷയജ്ഞാനങ്ങളും എന്നർത്ഥം. ഗുഹാശയ ഗുഹയിൽ ശയിക്കുന്ന പ്രാണാ പ്രാണങ്ങൾ, യേഷു ചരന്തി ഏതിൽ സഞ്ചരിക്കുന്നുവോ, തേ ഇമേ സപ്തലോക അങ്ങനെയുള്ള ഈ 7 ലോകങ്ങളും 7 ഇന്ദ്രിയസ്ഥാനങ്ങളും സപ്ത സപ്ത 7 വീതം നിഹിതങ്ങളായിരിക്കുന്നു, സർവേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ശിരസ്സിലുള്ള 7 പ്രാണങ്ങളും ആ പുരുഷനിൽ നിന്നു തന്നെയാണ് ഉണ്ടാകുന്നത്. തങ്ങളുടെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുക എന്നുള്ള രൂപത്തിൽ അവയ്ക്കുള്ള 7 ദീപ്തികൾ, അതുപോലെ പ്രാണങ്ങളുടെ ദീപ്തിക്കു നിമിത്തമാകയാൽ സമിത്തുകളുടെ സ്ഥാനം വഹിക്കുന്ന 7 വിഷയങ്ങൾ, ആ വിഷയങ്ങളുടെ വിജ്ഞാനങ്ങളാകുന്ന 7 ഹോമങ്ങൾ. ഇവിടെ വിജ്ഞാനം ഹോമമാകുന്നു എന്ന അർത്ഥത്തിൽ യദസ്യ വിജ്ഞാനം തജ്ജുഹൂതി എന്നൊരു ശ്രുതിയുണ്ട്. ശരീരത്തിലോ ഉറങ്ങുമ്പോൾ ഹൃദയത്തിലോ ശയിക്കുന്നതിനാൽ ഗുഹാശയങ്ങളായ പ്രാണങ്ങളുടെ സഞ്ചാരസ്ഥലങ്ങളായ ഇന്ദ്രിയസ്ഥാനങ്ങളാകുന്ന 7 ലോകങ്ങൾ, ഇവയെല്ലാം ഓരോ പ്രാണിയിലും 7 വീതം സർവേശ്വരനാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആത്മയാജികളായ വിദ്വാൻമാർക്ക് കർമ്മങ്ങളും കർമ്മഫലങ്ങളും, വിദ്വാൻമാർ അല്ലാത്തവർക്ക് കർമ്മങ്ങളും കർമ്മസാധനങ്ങളും കർമ്മഫലങ്ങളും എല്ലാം സർവജ്ഞനായ ആ പരമപുരുഷനിൽ നിന്നു തന്നെ ഉണ്ടായവയാകുന്നു എന്ന് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മമായ പ്രാപഞ്ചിക ഊർജത്തെയാണ് നമ്മൾ പ്രാണശക്തി എന്ന് പറയുന്നത്. നാം ശ്വസിക്കുമ്പോൾ നമ്മുടെ സൂര്യനിൽ നിന്ന്, ഊർജം നൽകുന്ന സൂര്യനിൽ നിന്ന് നമുക്ക് പ്രാണശക്തി ലഭിക്കുന്നു എന്നാണ് സങ്കല്പം. നാം ജീവിച്ചിരിക്കുന്നതിന് പ്രധാനപ്പെട്ട സ്രോതസ്സും തെളിവും ഉച്ഛ്വാസ വായുവാണ്. നമ്മുടെ ശ്വാസത്തെയും അതിൻ്റെ ക്രമത്തെയും യഥാക്രമം വ്യവസ്ഥിതപ്പെടുത്തുന്ന, ക്രമത്തിലാക്കുന്ന അഭ്യാസത്തെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത്. നാം ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസം, അതിനെയാണ് നമ്മൾ പഞ്ചപ്രാണങ്ങൾ, 5 പ്രാണങ്ങൾ എന്ന് പറയുന്നത്. പ്രാണ, അപാന, സമാന, വ്യാന, ഉദാന, ഈ 5 പ്രാണങ്ങൾ. നാഡികൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിസൂക്ഷ്മമായ ഊർജക്കുഴലുകളുടെ ശൃംഖലയിലൂടെ പ്രാണശക്തി നമ്മുടെ ശരീരവ്യവസ്ഥയിലേക്ക് ഒഴുകുന്നതാണ് നാഡികൾ. പ്രാണമയ കോശം അഥവാ ഊർജ ശരീരമാണ് ഈ പ്രാണശക്തിയെ നാഡികളിലൂടെ ക്രമീകരിക്കുന്നത്. ഏകദേശം
72,000 നാഡികൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവയിൽ 101 നാഡികൾ പ്രധാനപ്പെട്ട നാഡികളും മറ്റുള്ളവ ചെറിയ നാഡികളും ആണെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട 3 നാഡികൾ നട്ടെല്ലിൻ്റെ ആരംഭസ്ഥാനത്ത് നിന്നും ശിരസിലേക്ക് കടന്നു പോകുന്ന അവ ഇടതുവശത്തുള്ള ഇട എന്നറിയപ്പെടുന്ന നാഡി, മധ്യഭാഗത്ത് നട്ടെല്ലിൽ 7 ചക്രങ്ങളിലൂടെ കടന്നു പോകുന്ന സുഷുമ്ന എന്ന നാഡി, കൂടാതെ വലതുവശത്തുള്ള പിംഗള എന്ന് അറിയപ്പെടുന്ന നാഡി. ഈ നാഡികളിലെ തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് നമ്മിൽ അന്തർവർത്തിയായിരിക്കുന്ന നിഷ്ക്രിയമായിട്ടുള്ള ഊർജങ്ങളെ പ്രവർത്തനക്ഷമമാക്കുക അതാണ് നമ്മൾ പ്രാണായാമത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രാണത്തിനെ ക്രമീകരിച്ച് ശരീരവ്യവസ്ഥയിലുള്ള നാഡികളെ മുഴുവൻ ശുചീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന, പ്രാണശക്തി ധാരാളമായി ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് പ്രാണായാമത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രാണമയ കോശത്തെ ശരിയായും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുക എന്നതാണ് നമ്മൾ പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രാണായാമം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിട്ട് പിടിച്ച് നിർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഉള്ളിലേക്ക് വലിക്കപ്പെട്ട ഊർജോൽപാദക യന്ത്രങ്ങളെപ്പോലെ പ്രവർത്തിച്ച് ശ്വാസകോശങ്ങളിലേക്ക് എത്തിച്ച് തിരിച്ച് നമ്മൾ അത് പുറത്തേക്ക് വിടുമ്പോൾ അത് അതേമാതിരി തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഉൽപ്പാദിക്കപ്പെടുന്ന ഊർജം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് ഒരു ചക്രം മാതിരി അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ പ്രാണായാമത്തിൽ നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കുന്നത്, കൂടുതൽ ഊർജം ലഭിക്കുന്നത്. അങ്ങനെ ആ പ്രാണങ്ങളെ തെളിയിക്കാനുള്ള ദീപ്തികളും, അതേമാതിരി തന്നെ അതിന് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമായുണ്ടോ, സമിത്തുകൾ ആവശ്യമായുണ്ടോ, അതിനുള്ള എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, ആ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഈ പുരുഷനിൽ നിന്നു തന്നെയാണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്.